യദു, ഇറാൻ വലിയ രീതിയിൽ വെല്ലുവിളിച്ചിരിക്കുകയാണ് അമേരിക്ക. മാത്രമല്ല, ഈ പ്രതിരോധം എന്നതിലുപരി ഒരു അക്രമത്തിലേക്ക് നീങ്ങുന്ന ഒരു സാഹചര്യമാണ് ഇറാൻ്റെ ഭാഗത്തു നിന്നുണ്ടാവുന്നത്. ഇപ്പോൾ ഡ്രോണുകൾ അയക്കുന്നു, മറ്റ് യാതൊരു മുന്നറിയിപ്പും ഇല്ലാതെ ആക്രമണം നടത്തുന്നു. അപ്പോൾ ഇത്തരത്തിലേക്ക് ഇറാൻ നീങ്ങുന്നതിൻ്റെ ഒരു കാരണം എന്താണ്? അത് ഇറാൻ അവരുടെ യുദ്ധമുറയിൽ വലിയ മാറ്റം വരുത്തിയിട്ടുണ്ട്. അതാണിപ്പോൾ വരുന്ന ഏറ്റവും പുതിയൊരു വിവരം. അതായത് മുമ്പ് ഇറാൻ പറഞ്ഞിരുന്ന വാചകം എന്ന് പറയുന്നത് ഞങ്ങളെ ആക്രമിച്ചാൽ ഞങ്ങൾ തിരിച്ചടിക്കും, ഞങ്ങൾ പ്രതിരോധിക്കുമെന്നുള്ളതായിരുന്നെങ്കിൽ ഇപ്പോൾ അത്തരം വർത്തമാനങ്ങളൊന്നുമില്ല, ഒരു അവകാശവാദവുമില്ല. തങ്ങൾക്ക് ഭീഷണിയാകുന്നു എന്ന് തോന്നിയാൽ ഇറാൻ ആക്രമിക്കുകയാണ്. ഇറാൻ തങ്ങൾക്ക് ചെയ്യാനുള്ളതെല്ലാം ചെയ്യുകയാണ്. അല്ലാതെ അമേരിക്ക പറയുന്നത് പോലെ നിങ്ങൾ അത് ചെയ്തില്ലെങ്കിൽ ഞങ്ങൾ ഇത് ചെയ്തൊന്നുമല്ല, ഞങ്ങൾ ചെയ്യും. നിങ്ങൾ ഞങ്ങളുടെ കടൽ തീരത്ത് അല്ലെങ്കിൽ ഞങ്ങളെ ഭീഷണിയിലാക്കുന്ന വിധത്തിൽ ഒരു കപ്പൽ അവിടെ കൊണ്ടുവന്നിട്ടാൽ അധികം വൈകാതെ അത് തകർക്കാൻ ഞങ്ങൾ തയ്യാറാകും. ഈ നിലയിലേക്ക് ഇറാൻ നിലപാട് മാറി. അതായത് ഒരു അറ്റാക്കിംഗ് ഡിഫൻസ്, ആദ്യം ഡിഫൻസ് ആയിരുന്നെങ്കിൽ ഇപ്പോൾ അത് അറ്റാക്കിംഗ് ഡിഫൻസാണ്. ഇതിലേറ്റവും പ്രധാനമായിട്ട് അവരുടെ മേജർ ജനറലായിട്ടുള്ള, ഇറാൻ്റെ സൈന്യത്തിൻ്റെ മേജർ ജനറലായിട്ടുള്ള അബ്ദുൾ റഹീം മൂസവി ഇന്ന് കുറേ പ്രസ്താവനകൾ നടത്തി. അമേരിക്കയെ വെല്ലുവിളിക്കുന്ന തരത്തിലുള്ളതാണ്, അമേരിക്കയ്ക്ക് ശക്തമായി തിരിച്ചടി കൊടുക്കും എന്ന് പറയുന്ന വിധത്തിലുള്ളതാണ്. ഇറാനെ ആയുധപരമായിട്ടോ സാമ്പത്തികപരമായിട്ടോ ഉപരോധം ഒക്കെ നടത്തി അല്ലെങ്കിൽ ആക്രമണമൊക്കെ നടത്തി ഇല്ലാതാക്കാം എന്ന് വിചാരിക്കേണ്ട, നടക്കില്ല എന്നൊക്കെ അദ്ദേഹം പറയുന്നതിൻ്റെ കൂടെ അദ്ദേഹം ഒരു വാക്ക് പറഞ്ഞു, വളരെ പ്രധാനപ്പെട്ടതാണ്. അതായത് ഇറാൻ എന്തെങ്കിലും സംഭവിച്ചാൽ അമേരിക്കക്കാർ ആരും സുരക്ഷിതരായിരിക്കാമെന്ന് കരുതണ്ട എന്നാണ് അദ്ദേഹം പറയുന്നത്. ഒരു മേജർ ജനറലാണ്, അതായത് സൈന്യത്തിൻ്റെ തലവനാണ്. അപ്പോൾ അങ്ങനെ ഒരു സൈന്യത്തിൻ്റെ നാഥൻ അല്ലെങ്കിൽ സൈന്യത്തിൻ്റെ മുന്നിൽ നിൽക്കുന്ന ആൾ വെറുതെ അങ്ങനെ പറയില്ല. അമേരിക്കൻ സൈനികർ എന്ന വാക്കല്ല അദ്ദേഹം ഉപയോഗിച്ചത്, അദ്ദേഹം അമേരിക്കക്കാർ എന്നാണ് പറഞ്ഞത്. അമേരിക്കൻ സിറ്റിസൺസ്, അമേരിക്കൻ പൗരന്മാർ, അവരെവിടെയുള്ളത്? അവർ അമേരിക്കയിലാണ്. അപ്പോൾ ഇറാൻ ലക്ഷ്യമിടുന്നത്, ഇറാൻ്റെ ലക്ഷ്യത്തിൽ എന്തുണ്ട്? അമേരിക്കയുമുണ്ട്. അതായത് അമേരിക്കയ്ക്കുള്ളിൽ കടന്നുകയറി ആക്രമിക്കാനും ഞങ്ങൾക്ക് കപ്പാസിറ്റി ഉണ്ടെന്നും അത് നടത്തുമെന്നും കൃത്യമായിട്ട് അദ്ദേഹം പറയുകയാണ്. ഇതാദ്യമായിട്ടാണ് ഇറാൻ ഇത്രയും വലിയ ഒരു ഭീഷണി, ഒരു വെല്ലുവിളി അമേരിക്കയ്ക്ക് നേരെ മുഴക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്ക്, അമേരിക്ക ലോകശക്തിയായിട്ടുള്ള രാജ്യമാണ്. ആ രാജ്യത്തിനുള്ളിലേക്ക് കടന്നൊരാക്രമണം നടന്നിട്ട് എത്ര വർഷമായെന്നറിയോ? എനിക്ക് തോന്നുന്നത് ബിൻ ലാദൻ്റെ നേതൃത്വത്തിൽ നടന്ന, ആസൂത്രണം ചെയ്ത വേൾഡ് ട്രേഡ് സെൻറ്റർ ആക്രമണമാണ് ഒരു വൈദേശിക ശക്തി അല്ലെങ്കിൽ പുറമേ നിന്നുള്ള അതൊരു ഭീകരവാദ സംഘടനയുടെ നേതൃത്വത്തിൽ നടന്നതാണ്. അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണെങ്കിലും അമേരിക്കയ്ക്കുള്ളിലേക്ക് കടന്നു കയറിയുള്ള ഒരു വലിയ ആക്രമണം നടന്നിട്ട് പതിറ്റാണ്ടുകളായി. അമേരിക്ക പരിപൂർണമായും സുരക്ഷിതത്വത്തിൽ നിൽക്കുന്നൊരു സമയമാണെന്നാണ് അവർ വിലയിരുത്തുന്നത്. എന്ന് മാത്രമല്ല, വെനസ്വേലയിൽ പോയി അങ്ങോട്ട് കയറി അവരുടെ പ്രസിഡന്റിനെ പിടിച്ചുകൊണ്ട് വന്നു. കൊളംബിയ ഉൾപ്പെടെയുള്ള പല രാജ്യങ്ങളിലും ഇത് ആവർത്തിക്കുമെന്ന് പറയുന്നു. ഇറാനും നേരെ ഭീഷണി മുഴക്കുന്നു. അപ്പോൾ മറ്റ് രാജ്യങ്ങളുടെ പരമാധികാരത്തിന് ഒരു വിലയും കൽപ്പിക്കാതെ ആ രാജ്യങ്ങളിലേക്കൊക്കെ ഏത് നിമിഷവും കടന്നു കയറാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ട് അമേരിക്ക അവിടെ മറ്റ് രാജ്യങ്ങളുടെ മേൽ ഒരു ആക്രമണത്തിന് ശ്രമിക്കുമ്പോഴാണ് അമേരിക്കക്കാരെ ഞങ്ങൾ തീർക്കും അല്ലെങ്കിൽ അമേരിക്കക്കാർ സുരക്ഷിതരായിരിക്കാമെന്ന് കരുതേണ്ടത്. എങ്ങനെയാണ് അമേരിക്കൻ ജനതയുടെ സുരക്ഷിതത്വം നഷ്ടമാവുന്നത്? അതിനുള്ളിലേക്ക് ആളുകൾ കടന്നാലാണ്, അവിടെ ആക്രമണം നടന്നാലാണ്. അതാണ് ഇറാൻ്റെ മേധാവി പറയുന്നത്. ഞാൻ 2-3 തവണ അദ്ദേഹത്തിൻ്റെ പ്രസംഗം നോക്കി, അതങ്ങനെ തന്നെയാണ് പറയുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കാവുന്ന അമേരിക്ക സുരക്ഷിതരല്ല, അമേരിക്ക സുരക്ഷിതമല്ല എന്നുള്ളതാണ്. കാരണം ഈ കഴിഞ്ഞ ജൂണിൽ ഇവർക്ക് നേരെ ഇറാനിലേക്ക് അമേരിക്കയും ഇസ്രായേലും ഒരു ആക്രമണം നടത്തിയിരുന്നല്ലോ. ആ ആക്രമണത്തിന് ശേഷം അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും പല രഹസ്യങ്ങളും ഇറാൻ ചോർത്തിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, അമേരിക്കയുടെ രഹസ്യാന്വേഷണ ഏജൻസിയും ഇസ്രായേലിൻ്റെ രഹസ്യാന്വേഷണ ഏജൻസിയൊക്കെയാണ് ലോകത്തിലെ ഏറ്റവും മികച്ച രഹസ്യാന്വേഷണ ഏജൻസികളെന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ ഇറാനും അതിശക്തമായ ഇൻ്റലിജൻസ് സംവിധാനമുണ്ട്. അത് നയിക്കുന്നത് അല്ലെങ്കിൽ അതിന് ബാക്കപ്പ് കൊടുക്കുന്നത് റഷ്യയാണ്. റഷ്യയുടെ നേതൃത്വത്തിൽ ഇറാൻ്റെ ചില ഉപഗ്രഹങ്ങൾ ബഹിരാകാശത്തേക്ക് അടുത്ത് വിക്ഷേപിച്ചിരുന്നു ഈ യുദ്ധഭീഷണിയൊക്കെ വരുന്ന സമയത്ത്. അതെന്തിനു വേണ്ടിയായിരുന്നു എന്നത് സംബന്ധിച്ച് വലിയ ചർച്ചകൾ അന്ന് നടക്കുന്നുണ്ടായിരുന്നു, ഇപ്പോഴും നടക്കുന്നുണ്ട്. അതായത് എന്തുകൊണ്ടാണ് റഷ്യയുടെ സഹായത്തോടെ ഇറാൻ അവരുടെ ഉപഗ്രഹങ്ങൾ ഈ സമയത്ത് ബഹിരാകാശത്തേക്ക് വിക്ഷേപിക്കുന്നത്? ഇപ്പോൾ കാലാവസ്ഥാ മാറ്റത്തെക്കുറിച്ചോ അല്ലെങ്കിൽ ഇറാൻ്റെ എന്തെങ്കിലും കാര്യത്തിന് വേണ്ടിയിട്ടാണ് എന്നൊക്കെയാണ് ഇറാൻ പറയുന്നതെങ്കിലും അത് ലോകം വിശ്വസിച്ചിട്ടില്ല. ഇത് അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും പല രഹസ്യങ്ങളും ചോർത്താനുള്ള നീക്കത്തിൻ്റെ ഭാഗമായിട്ടാണ്, റഷ്യയുടെ എന്തോ ഒരു പുതിയ സാങ്കേതിക വിദ്യ അതിലുണ്ട് എന്നൊക്കെയുള്ള വാദങ്ങളുണ്ടായിരുന്നു. ഇപ്പോൾ
അമേരിക്കക്കാർ സുരക്ഷിതരായി ജീവിക്കില്ല എന്ന് ഇറാൻ ഭീഷണി മുഴക്കുകയാണ്. അപ്പോൾ ഇത്രയും നാളായിട്ട്, അതായത് ജൂൺ മുതൽ ഇങ്ങോട്ട് തങ്ങളുടെ ഇൻ്റലിജൻസ് ഇറാൻ ശക്തിപ്പെടുത്തുന്നതിനൊപ്പം തന്നെ അമേരിക്കയുടെയും ഈ പറയുന്ന ഇസ്രായേലിൻ്റെയും രഹസ്യങ്ങൾ ഓരോന്നോരോന്നായിട്ട് ഇറാൻ ഒപ്പിയെടുത്തുകൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ടാണ് ഇത്രയും കോൺഫിഡൻസോടുകൂടി ഈ ഇറാൻ്റെ സൈനിക മേധാവിക്ക് ഇത് പറയുന്നത്. ഇറാൻ ഒരുപക്ഷെ അമേരിക്കക്കകത്ത് കയറി ഒരു യുദ്ധം നടത്തുന്നത് സാധ്യമായിട്ടുള്ളൊരു അല്ല, അതിന് അമേരിക്കയ്ക്കുള്ളിലേക്ക് കടക്കാൻ ഇറാൻ തന്നെ പോകണമെന്നില്ല. ഈ ലോകത്ത് ഏറ്റവും അധികം പ്രോക്സി ഗ്രൂപ്പുകളുള്ള, അതായത് ചാവേർ പടകളടക്കം എന്ത് പറഞ്ഞാലും ചെയ്യാൻ കഴിയുന്ന ഒരു വലിയ നെറ്റ്വർക്ക് ഇറാനുണ്ട്. ഇപ്പോൾ ഹിസ്ബുള്ള, ഹമാസ്, ഹൂത്തികൾ എന്നൊക്കെ പറയുന്നതാണ് നമ്മൾ കണ്ടിരിക്കുന്നത്. ഇതല്ലാതെ ഇറാഖിലെ മിലീഷ്യ ഗ്രൂപ്പുകളുണ്ട്. ലോകത്തിൻ്റെ പല ഭാഗത്തും ഇറാൻ്റെ ചാര സംഘടനകൾ അല്ലെങ്കിൽ ഇറാൻ്റെ പ്രോക്സി നെറ്റ്വർക്കുകളുണ്ട്. ഇപ്പോൾ നമ്മൾ ഇലൂമിനാറ്റി എന്നൊക്കെ പറയുന്ന പോലെ ഇറാന് തങ്ങളുടേതായിട്ടൊരു നെറ്റ്വർക്ക് ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. അത് അമേരിക്ക പോലും പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഏതൊരു രാജ്യത്തിൻ്റെയും എംബസികൾ പോലും ആക്രമിക്കാൻ കഴിയുന്ന വിധത്തിൽ ഇറാന് രഹസ്യാന്വേഷണ വിഭാഗങ്ങളും അവരുടേതായ ചാവേർ ഗ്രൂപ്പുകളും ഉണ്ട് എന്നൊരു കഥയുണ്ടായിരുന്നു. എന്നൊരു കഥ എന്ന് പറഞ്ഞാൽ പറയുന്ന ഒരു കാര്യം ഈ അന്താരാഷ്ട്ര ചർച്ചകളിലൊക്കെ കേൾക്കുന്നൊരു കാര്യമാണ്. പലപ്പോഴും ഇറാന് വലിയ വിമർശനങ്ങൾ, ഇറാൻ തീവ്രവാദത്തിൻ്റെ തിന്മയുടെ അച്ചുതണ്ട് എന്നാണ്, ആക്സിസ് ഓഫ് ഈവിൾ എന്നാണ് ഇറാനെ അമേരിക്കയും ഇസ്രായേലൊക്കെ വിശേഷിപ്പിക്കുന്നത്, തിന്മയുടെ അച്ചുതണ്ട്. പക്ഷേ ഇറാൻ പറയുന്നത് ആക്സിസ് ഓഫ് റെസിസ്റ്റൻസ് എന്നാണ്. ഇറാൻ പറയുന്നത് ഞങ്ങൾ പ്രതിരോധത്തിൻ്റെ അച്ചുതണ്ടാണ്. അതായത് സാമ്രാജ്യത്വത്തിൻ്റെ കടന്നുകയറ്റത്തിനെതിരെ ഇസ്ലാമിക രാജ്യങ്ങളെ മോചിപ്പിക്കുക അല്ലെങ്കിൽ ഇസ്ലാമിക രാജ്യങ്ങളെ സംരക്ഷിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ധർമ്മം എന്നാണ് ഇറാൻ പറയുന്നത്. എന്തായാലും അമേരിക്കയുടെ സകല രഹസ്യങ്ങളും തോണ്ടിയെടുത്തിട്ടുണ്ട് എന്ന് ഇറാൻ നേരത്തെ പറയുന്നു. ഇപ്പോൾ തൊട്ടു പിന്നാലെ അമേരിക്കക്കാർ സുരക്ഷിതമായിരിക്കില്ല എന്ന് പറയുന്നു. അത് അമേരിക്കയുടെ ഭൂപ്രദേശത്തിനുള്ളിൽ കയറിയുള്ള ഒരു ആക്രമണത്തിൻ്റെ സൂചന നൽകുന്നുണ്ട്. അതുപോലെ തന്നെ പശ്ചിമേഷ്യയിലടക്കമുള്ള അമേരിക്കയുടെ സൈനിക കേന്ദ്രങ്ങൾ അതും ഭീഷണിയുടെ നിലയിലാണ് എന്ന് സൂചന നൽകുന്നുണ്ട്. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഞങ്ങൾ ഒറ്റയ്ക്കല്ല എന്ന് ഇറാൻ പറഞ്ഞു. ഞങ്ങൾ ഒറ്റയ്ക്കല്ല എന്ന് പറയുമ്പോൾ ഇറാന് ഒരുപാട് പിന്തുണ ഉണ്ട്. അതിപ്പോൾ റഷ്യയും ചൈനയും ആ പിന്തുണ പരസ്യമായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒരുപാട് ഗ്രൂപ്പുകൾ, ഈ പറഞ്ഞ മിലീഷ്യ ഗ്രൂപ്പുകളും പ്രോക്സി ഗ്രൂപ്പുകളും ഒക്കെ ഇറാന് പിന്നിൽ അമേരിക്കയ്ക്കെതിരെയുണ്ട്. അതുപോലെ തന്നെ അമേരിക്കയ്ക്കെതിരായ നിലപാട് സ്വീകരിച്ചിട്ടുള്ള പല ഗ്രൂപ്പുകൾ, അത് ഇറാനുമായി ബന്ധമുള്ള ഗ്രൂപ്പുകളല്ല, അമേരിക്കയുടെ സാമ്രാജ്യത്വത്തിനെതിരെ പോരാടണമെന്ന് കരുതുന്ന കുറേ ഗ്രൂപ്പുകൾ, അവരുടെ സഹായവും തങ്ങൾക്കുണ്ട് എന്ന സൂചനകൾ നൽകുന്നത്. ഇനി മറ്റൊരു കാര്യം കൂടി അദ്ദേഹം പറയുന്നത്, ഞങ്ങളെ പ്രതിരോധിക്കാൻ ഞങ്ങൾക്ക് സാധിക്കും, ഞങ്ങൾ ഏത് തരത്തിലുള്ള ആക്രമണത്തെയും ഞങ്ങൾ തിരിച്ചടിക്കും, അമേരിക്കയ്ക്കെതിരെ ശക്തമായ ഒരു നീക്കത്തിലേക്ക് ഞങ്ങൾ പോകും. അതുപോലെ തന്നെ അദ്ദേഹം പറയുന്നത്, ഞങ്ങൾക്ക് നേരെ ഒരു ആക്രമണം ഉണ്ടായാൽ തിരിച്ചടി ഒരു ഒറ്റപ്പെട്ട മാർഗത്തിലൂടെ ആയിരിക്കില്ല. അതായത് ഇപ്പോൾ അമേരിക്കയിലേക്ക് അവരൊരു ബോംബിട്ടാൽ തിരിച്ച് ഞങ്ങൾ ബോംബിടും ബോംബ് മാത്രമേ ഇടുള്ളൂ എന്ന് കരുതണ്ട, ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യുമെന്നാണ് ഇറാൻ സൂചന നൽകുന്നത്. അതായത് ഇപ്പോൾ ഹോർമുസ് കടലിടുക്ക് ഇപ്പം നിലവിൽ ഇറാൻ്റെ കയ്യിലാണ്. ഇറാനും റഷ്യയും ചൈനയും അവിടെയാണ് സൈനികാഭ്യാസം നടത്തുന്നത്. ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ വലിയൊരു ഭാഗം ഇറാന് തങ്ങളുടെ കൺട്രോളിൽ നിർത്താൻ കഴിയും. പശ്ചിമേഷ്യയിലെ മറ്റ് അറബ് രാജ്യങ്ങളുടെ തീരങ്ങളിൽ അമേരിക്കയ്ക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നുള്ളത് ഇതോടകം മനസ്സിലായിട്ടുണ്ട്. അവർ പറഞ്ഞിട്ടുണ്ട് ഇവിടെ നിന്ന് ഇറാനെ ആക്രമിക്കരുത്, കാരണം അവർക്കും അടി കിട്ടും, അതുകൊണ്ട് അവരിത് വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അമേരിക്ക അവിടെ നിന്നൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഇപ്പുറത്ത് വലിയൊരു കടൽ മേഖല ഇറാൻ്റെ പക്കലുണ്ട്. ഇറാൻ്റെ പ്രോക്സി ഗ്രൂപ്പായിട്ടുള്ള ഹൂത്തികളുടെ കയ്യിലാണ് യമൻ തീരം, അതായത് ചെങ്കടലിലെ കടലിടുക്ക്, ഇവിടെ ഹോർമുസ് കടലിടുക്ക്, അതുപോലെ തന്നെ ഈ കപ്പൽച്ചാലുകളിൽ വലിയൊരു ഭാഗമൊക്കെ, അന്താരാഷ്ട്ര കപ്പൽച്ചാലുകളിൽ പ്രധാനപ്പെട്ട ഭാഗങ്ങളൊക്കെ ഇറാൻ്റെയും ഹൂത്തികളുടെയും ഒക്കെ റഡാറിനുള്ളിലാണ്. അപ്പോൾ ഇവിടങ്ങളിൽ ഒരു ഇടപെടൽ നടക്കുകയാണെങ്കിൽ, അതായത് ഇതിലൂടെ അമേരിക്കൻ ചരക്ക് കപ്പലുകൾ പോകരുത്, അമേരിക്ക വാണിജ്യാവശ്യത്തിനായി ഈ മേഖല ഉപയോഗിക്കരുത് എന്ന് ഇറാൻ പറഞ്ഞാൽ അമേരിക്ക എന്ത് ചെയ്യും? കുടുങ്ങിപ്പോവും. കാരണം ചെങ്കടലിൽ ഹൂത്തികൾ ഇസ്രായേൽ കപ്പലുകൾക്ക് നിരോധനം ഏർപ്പെടുത്തിയപ്പോൾ അമേരിക്ക സഹായിക്കാൻ ചെന്നിട്ട് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. അമേരിക്ക അതേ വേഗതയിൽ തിരിച്ചു പോരുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയ തിരിച്ചടി ഉണ്ടാകും അമേരിക്കയ്ക്ക്. അത് നേരിട്ടുമുണ്ടാകും, സാമ്പത്തികമായി വ്യാവസായികമായിട്ടും ഉണ്ടാകുമെന്നുള്ള വലിയ ഭീഷണിയാണ് ഇറാൻ മുഴക്കുന്നത്. ഇത് ചെറിയ ഭീഷണിയല്ല. അതായത് പണ്ടത്തെ പോലെ ആക്രമിച്ചാൽ തിരിച്ചടിക്കുമെന്ന് പറയുന്ന ഡിഫൻസ് അല്ല. ഞങ്ങൾ അങ്ങോട്ട് ആക്രമിക്കും, ഞങ്ങൾ അടിക്കും എന്ന് തന്നെയാണ് പറയുന്നത്. നിങ്ങൾ ഞങ്ങളുടെ കടലിലൂടെ അല്ലെങ്കിൽ ഞങ്ങളുടെ സൈനിക കേന്ദ്രങ്ങൾ ആക്രമിച്ചാൽ ഞങ്ങൾ നിങ്ങളുടെ സൈനിക കേന്ദ്രങ്ങൾ ആക്രമിക്കും, അല്ലെങ്കിൽ നിങ്ങൾ ഞങ്ങളുടെ ഡ്രോൺ വെടിവെച്ചിട്ടാൽ ഞങ്ങൾ നിങ്ങളുടെ ഡ്രോൺ വെടിവെച്ചിടുമെന്നൊന്നുമല്ല പറഞ്ഞത്. ഒരു യുദ്ധമാണ് എന്ന് ഞങ്ങൾക്ക് തോന്നിയാൽ, ഒരു യുദ്ധകാഹളം മുഴങ്ങിയാൽ
പിന്നെ തലങ്ങും വിലങ്ങും അടിയായിരിക്കും അമേരിക്കയ്ക്ക്. അമേരിക്കൻ പൗരന്മാർ പോലും സുരക്ഷിതമായി കിടന്നുറങ്ങാമെന്ന് കരുതണ്ട എന്നൊക്കെ പറയുമ്പോൾ ഇറാൻ കുറേ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഇനി അങ്ങോട്ടുള്ള ഒരു 10 സ്റ്റെപ്പ് അഹെഡാണ് ഇറാനുള്ളത്. അവർ അത്രയും പ്ലാൻ ചെയ്ത് അത്രയും കോൺഫിഡൻസിലാണ്, അത്രയധികം സാങ്കേതികമായിട്ട് സായുധപരമായിട്ട് ഇറാൻ വളർന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു വലിയ പ്രതിഫലനമാണ് അമേരിക്കയോടുള്ള ഈ നേർക്കുനേർ ഏറ്റുമുട്ടലിൽ പ്രകടമാകുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ അമേരിക്ക വഴങ്ങേണ്ടി വരും, അല്ലെങ്കിൽ അമേരിക്കയ്ക്ക് ഈ പറയുന്നത് പോലെ വലിയ പ്രതിസന്ധികളെ നേരിടേണ്ടി വരും എന്നുള്ള കാര്യം തീർച്ചയാണ്.